അപ്പം നമ്മുടെ തിക്ക് പേസ്റ്റായിട്ടുള്ള ഹെയർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് നന്നായിട്ട് സ്കാൽപ്പിലും ഹെയറിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കാം. ആദ്യമൊക്കെ ഒന്ന് നീറ്റിലൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും പിന്നെ ഞാൻ ഓക്കെ ആയി, ഹാപ്പിയായി, ചിരിച്ചു. പെട്ടെന്ന് തന്നെ അങ്ങ് പറഞ്ഞു തുടങ്ങാം. മിക്സി ജാറിലേക്ക് ഉപ്പിടാത്ത ഒരു പിടി ചോറ് ഏത് അരിയുടെയും ആകാം, പക്ഷെ ഉപ്പിടാൻ പാടില്ലെന്നേ ഉള്ളൂ. പിന്നെ ഒരു സവാളയുടെ പകുതിയും കൂടെ എടുക്കണേ. സവോള മുടിയെ സ്ട്രോങ് ആക്കാനും ഹെൽത്തി ആക്കാനും ബെസ്റ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഡ്രൈ ഹെയറിനെ സ്മൂത്ത് ആക്കാൻ പറ്റിയ തൈരൊരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ. എന്നിട്ട് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊരു പേസ്റ്റ് രൂപത്തിൽ ഇതാ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ 2-3 ഡ്രോപ്പ് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഹെയർ ഓയിലിന് പകരം വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ആഡ് ചെയ്താലും മതിയാകും. നന്നായി ഇളക്കി യോജിപ്പിച്ച ഇത് ഡ്രൈ ഹെയറിനെ സ്മൂത്ത് ആക്കാനും ഹെയറിനുണ്ടാകുന്ന ഫ്രിസിനെസ് മാറ്റാനും മുടി പൊട്ടുന്നത് ഒരു പരിധി വരെ തടയാനും ഹെൽത്തിയും സ്ട്രോങ്ങും ആയിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്തിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. നമുക്കിനി മുടിയിലെ ഉടക്കുകളെല്ലാം കളഞ്ഞതിന് ശേഷം ഹെയറിലും സ്കാൽപ്പിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. മുടിയിൽ എത്രത്തോളം നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നു അതുപോലെ ഇരിക്കും ഇതിൻ്റെ എഫക്റ്റ്. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് മുടിയിലും അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. മാസത്തിൽ 1-2 പ്രാവശ്യം ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ മുടിക്ക് നല്ലതാണ്. അപ്പം ഞാൻ നല്ലതായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ മുടിയിലെല്ലാം. ആ ഉള്ളിയുടെ ആണെങ്കിൽ എനിക്ക് ചെറുതായിട്ടൊന്ന് കണ്ണ് നീറിയായിരുന്നു. അത് പക്ഷേ ആദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെ. ഇനി 20 മിനിറ്റിന് ശേഷം ഇത് നമുക്ക് കഴുകി കളയാവുന്നതാണ് ഒരു മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ റിസൾട്ട്.